തിരുവനന്തപുരത്തെ 2 ലോക്സഭാ മണ്ഡലങ്ങളിലും 2029 ജയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. 2 പ്രാവശ്യം കാപ്പ ചുമത്തിയിട്ടും കാപ്പ നിലനിന്നില്ല. 2 പ്രാവശ്യം കാപ്പ ചുമത്തിയും അന്നത്തെ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത് നാട് കടത്താനാണ്. 2 കാപ്പയും. പക്ഷെ നാട് കടത്തിയില്ല. കേരളത്തിലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളും BJPയും അനുഭവിച്ച വേദനകളും യാതനകളും വലുതാണ്. ED ഉദ്യോഗസ്ഥന്മാരുടെ വാഹനങ്ങൾ അടിച്ചു തകർക്കുന്നു. പോലീസ് കയ്യും കെട്ടി നോക്കിയിരിക്കുകയായിരുന്നു. അവിടെയൊന്നും വെടിവെക്കാനോ അതിനെ എതിർക്കാനോ കഴിയാത്ത പോലീസ് ഒരു കുടുംബത്തിനകത്ത് വന്ന് വെടിവെക്കേണ്ട സാഹചര്യം എന്താണ്? ഈ 3 എന്ന് പറയുന്നൊരു ഭാഗ്യ നമ്പരാണ്. 3-ൽ നിന്ന് 77-ലേക്ക് ചാടുമോ? തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം ഇനി അങ്ങോട്ട് നടത്തും. ഒരു ഭാഗ്യ നമ്പരാണ്. എല്ലാത്തിനും മാറ്റം കുറിക്കുന്ന ഈ അനന്തപുരിയിൽ നിന്ന് തന്നെയാണ് ഇന്ത്യ സഖ്യം ഉണ്ടാകാൻ പോകുന്നത്. തിരുവനന്തപുരം നഗരസഭ BJPയുടെ ഭരണസമിതിയെക്കെതിരെ ഇവർ UDFും LDFും യോജിക്കാൻ പോവുകയാണ്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം നഗരസഭാ ഭരണം BJPക്ക് നഷ്ടമാകുമോ? കേരളത്തിൽ ആദ്യമായി കിട്ടിയ നഗരസഭയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം. ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്ലാൻസ് BJP നേതൃത്വത്തിൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ഇപ്പോൾ കുറേയേറെ പ്രതിസന്ധികൾ ഉയർന്നു വന്നിരിക്കുകയാണ്. നഗരസഭാ കൗൺസിലറായ സുഗതൻ്റെ മേൽ കാപ്പ ചുമത്തിയതുമായി ബന്ധപ്പെട്ടുള്ള കേസ്, അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കുറേയേറെ രാഷ്ട്രീയ വിവാദങ്ങൾ എല്ലാം തന്നെ തിരുവനന്തപുരത്തെ ഇപ്പോൾ ഗ്രസിച്ച് നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നമ്മൾ സംസാരിക്കാൻ ഇപ്പോൾ ചേരുന്നു തിരുവനന്തപുരം BJP ജില്ലാ പ്രസിഡന്റ് ശ്രീ കരമന ജയൻ. നമസ്കാരം, ടോക്സിലേക്ക് സ്വാഗതം. ഈ ഒരു വിഷയം, അതായത് തിരുവനന്തപുരം നഗരസഭാ ഭരണം നഷ്ടമാകുന്ന തരത്തിലേക്ക് പോവുകയാണോ BJPയെ സംബന്ധിച്ചിടത്തോളം? എന്താണ് ഈ വിഷയത്തിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? ഒരിക്കലും ഭരണം നഷ്ടമാവില്ല. 5 വർഷവും കാലാവധി പൂർത്തിയാക്കും. 5 വർഷം കാലാവധി പൂർത്തിയാക്കിയതിന് ശേഷം തിരഞ്ഞെടുപ്പിൽ വീണ്ടും ഞങ്ങൾ ഈ അധികാരത്തിൽ വരും എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ആണ് ഭരണം നഷ്ടപ്പെടേണ്ട സാഹചര്യമൊന്നും ഇപ്പോൾ ഇല്ല. അല്ല, ഇപ്പോൾ സുഗതൻ്റെ വിഷയം കാപ്പ ചുമത്തിയത് ഒരു പ്രശ്നമാവില്ലേ? കാപ്പ ചുമത്തേണ്ട ഒരു സാഹചര്യവും ഇല്ല. അത് രാഷ്ട്രീയ പ്രേരിതമാണ്. CPMൻ്റെ ഒരു അജണ്ടയാണ്. വാഴോട്ട് കോണം എന്ന് പറയുന്നത് CPMൻ്റെ ഏറ്റവും വലിയ കോട്ടയായിരുന്നു. ഒരിക്കലും BJPക്ക് ജയിക്കാൻ കഴിയില്ല എന്ന് ധരിച്ചിരുന്ന ഒരു സ്ഥലം, ഒരു വാർഡാണ്. അവിടെ സുഗതൻ ജനകീയനായതുകൊണ്ടാണ്, ജനങ്ങളുടെ ഏറ്റവും പ്രിയമുള്ള ഒരാളായതുകൊണ്ടാണ് അദ്ദേഹം ജയിച്ചത്. അപ്പോൾ അന്നു മുതൽ സുഗതനെതിരെയായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാട്, അയാളെ എങ്ങനെയും പൂട്ടണം, അകത്താക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മുൻ MLAയുടെ നേതൃത്വത്തിൽ നടന്ന ഗൂഢാലോചനയുടെ പര്യവസാനമാണ് ഈ കാപ്പ ചുമത്തിയത്. ഓക്കെ. അല്ല, ഇതിപ്പോൾ അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ വീണ്ടും 20 കൗൺസിലർമാർക്ക് സത്യപ്രതിജ്ഞ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നല്ലോ. ആ ഒരു സാഹചര്യത്തിൽ ഇനി എത്ര ദിവസത്തിനകം അദ്ദേഹത്തിന് പുറത്തു വന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു വിഷയം കൂടി നിലനിൽക്കുന്നില്ലേ? അത് നിയമപരമായി ഞങ്ങൾ പോകും. ഇപ്പോൾ 4 ആഴ്ചക്കകത്താണ് സത്യപ്രതിജ്ഞ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുള്ളത്. അത് ഞങ്ങളത് നിയമപരമായിട്ട് സുഗതൻ്റെ സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയുള്ള നിയമപരമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇതൊരു രാഷ്ട്രീയ ആയുധമായി എതിർപക്ഷം ഉപയോഗിക്കും എന്ന് BJP മുൻകൂട്ടി കണ്ടില്ലേ? ഞങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. കാരണം ഒന്ന്, കേരളത്തിൽ ആദ്യമായിട്ടൊരു കോർപ്പറേഷൻ ഭരണം BJP നേടി. അതിൽ അസ്വസ്ഥരാണ് 2 പേരും. അതായത് UDFും LDFും ഒരുപോലെ അസ്വസ്ഥരാണ്. അപ്പോൾ അത് സ്വാഭാവികമായും ഈ ഭരണത്തിനെതിരെ അല്ലെങ്കിൽ ഭരണം തള്ളിയിടാനും ഭരണം മാറ്റമുണ്ടാകാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഭരണം തുടങ്ങിയത്. മേയർ സത്യപ്രതിജ്ഞ ചെയ്തത് അന്നു മുതൽ മേയറും ഭരണസമിതിയും അത് വളരെ സൂക്ഷിച്ചും കണ്ടും തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് ഭരണത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് നല്ല അഭിപ്രായമുള്ളത്. അതുകൊണ്ട് മുമ്പോട്ട് പോകും. ജനങ്ങളുടെ പിന്തുണയോടുകൂടി തന്നെ ഈ ഭരണസമിതി 5 വർഷവും പൂർത്തിയാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിക്കാത്ത കൗൺസിൽ യോഗങ്ങൾ, അതും ഒരു വിഷയമായി വരികയല്ലേ? ഇനിയിപ്പോൾ ഉടനെ തന്നെ അടുത്ത ദിവസം തന്നെ ഒരു യോഗമുണ്ടല്ലോ. അത് സുഗതൻ ഏപ്രിൽ 27 നടന്ന കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതെ, ലാസ്റ്റ് യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ മെയ് മാസം പങ്കെടുത്തിട്ടില്ല. ഇനി വരാൻ പോകുന്നതാകുമ്പോൾ 2ാമത്തേതാവുള്ളൂ. ഓക്കെ. അതിന് 3ാമത്തേതാകുന്നതിന് മുമ്പ് തന്നെ സുഗതൻ പുറത്തു വരും എന്നുള്ളത് തന്നെയാണ്. അതിന് ഞങ്ങൾ വളരെ കാര്യമായിട്ട് പാർട്ടിയും സമൂഹവും വാഴോട്ടുള്ള ജനങ്ങളും സുഗതനോടൊപ്പം ഉണ്ട്, സുഗതനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള. ഓക്കെ. ഇദ്ദേഹത്തെ
രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് കാപ്പ ചുമത്തിയത് എന്നാണ് അഭിപ്രായമെങ്കിൽ മുൻപ് കേസുകൾ ഉണ്ടായിരുന്നതായാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അല്ല, 2 പ്രാവശ്യം കാപ്പ ചുമത്തിയിട്ടും കാപ്പ നിലനിന്നില്ല. 2 പ്രാവശ്യം കാപ്പ ചുമത്തിയും അന്നത്തെ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത് നാട് കടത്താനാണ്, 2 കാപ്പയും. പക്ഷെ നാട് കടത്തിയില്ല. ഒരു പൊതുപ്രവർത്തകൻ, ഒരു ബിസിനസ്സുകാരൻ, ഒരു ജീവകാരുണ്യ പ്രവർത്തകൻ എന്ന നിലയിൽ അയാൾ നാട് വിട്ട് നിൽക്കേണ്ട സാഹചര്യം വേണ്ട. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെല്ലാം ബാധിക്കും, പൊതുപ്രവർത്തനത്തെ ബാധിക്കും, ബിസിനസ്സിനെ ബാധിക്കും. എത്രയോ ആൾക്കാർക്ക് സഹായം എത്തിച്ചു കൊടുക്കുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തകനാണ് സുഗതൻ. അതൊക്കെ കണ്ട് തന്നെയാണ് അന്ന് നാട് കടത്തൽ റദ്ദാക്കിയിട്ട് സ്റ്റേഷനിൽ ഒപ്പിടാൻ പറഞ്ഞു. ആദ്യത്തെ കാപ്പയിൽ ദിവസവും സ്റ്റേഷനിൽ ഒപ്പിടാൻ പറഞ്ഞു. രണ്ടാമത്തെ കാപ്പയിൽ ഞായറാഴ്ച തോറും ഒപ്പിടാൻ പറഞ്ഞു. കൃത്യമായി തന്നെ അദ്ദേഹം ഒപ്പിട്ടിട്ടുണ്ട്. അദ്ദേഹം കൃത്യമായി തന്നെ നിയമങ്ങൾ പാലിച്ച് തന്നെ മുമ്പോട്ട് പോയി. ഓക്കെ. അപ്പോൾ അന്ന് മുതൽ അദ്ദേഹം രാഷ്ട്രീയക്കാരുടെ കണ്ണിലെ, എതിർ രാഷ്ട്രീയ ചേരിയിലുള്ളവരുടെ കണ്ണിലെ കരടായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും എതിർ രാഷ്ട്രീയക്കാരെന്ന് കൂടുതൽ CPMൻ്റെ കണ്ണിൽ കരടായി മാറിക്കൊണ്ടിരിക്കും. കാരണം ശക്തനായിട്ടുള്ളൊരു പ്രവർത്തകനാണ്, ശക്തനായിട്ടുള്ള ആ ഭാഗത്തെ ജനനേതാവാണ്. അത് അസ്വസ്ഥത. അത് CPMനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരിക്കലും അവർ പ്രതീക്ഷിച്ചില്ല വാഴോട്ട് കാണും വാർഡ് അവർക്ക് നഷ്ടപ്പെടുമെന്ന്. അതിൻ്റെ ഒരു അരിശം അവർക്കുണ്ട്. അതിനു മുമ്പും ആ പ്രദേശത്തെ BJPയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സുഗതൻ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അസ്വസ്ഥതയുണ്ട്. അവർ നഷ്ടപ്പെടും എന്നൊരു തോന്നൽ അവർക്കുണ്ട്. CPMൻ്റെ നിരവധി പ്രവർത്തകരും ആണ് സുഗതനോടൊപ്പം BJPയിലൊക്കെ ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ളത്. ഓക്കെ. അതൊരു അസ്വസ്ഥതയുണ്ട്. അതുകൊണ്ട് വ്യക്തിപരമായിട്ട് തേജോധം ചെയ്യാനും അതോടൊപ്പം രാഷ്ട്രീയപരമായി തകർക്കുവാനുള്ള ഒരു ഗൂഢശ്രമത്തിൻ്റെ ഭാഗം തന്നെയാണ് ഈ സുഗതൻ്റെ വിഷയമുള്ളത്. അന്ന് സുഗതനെ അറസ്റ്റ് ചെയ്ത കാര്യം വലിയ വാർത്തയായിരുന്നു. ആ ഒരു സംഭവം അങ്ങേക്ക് അറിയാവുന്നതാണല്ലോ അല്ലേ? പോലീസ് ഏത് രീതിയിലാണ് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടതെന്നാണ് അഭിപ്രായം? പോലീസ് അവിടെ വെടിവെക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഇല്ല. സുഗതനെ അറസ്റ്റ് ചെയ്ത സമയത്ത് സുഗതൻ്റെ വീട്ടിലുണ്ടായിരുന്നത് സുഗതൻ്റെ 2 കുട്ടികൾ, അത് സുഗതൻ്റെ ഭാര്യ, സുഗതൻ്റെ സഹോദരനും സഹോദരൻ്റെ ഭാര്യ അല്ലാതെ വേറെ ഒരു ആൾക്കാരും അവിടെ കൂടിയിട്ടില്ല. അവിടെ എന്തിനാണ് ഈ പോലീസ് വെടിവെക്കാൻ പോയത്? അതിൻ്റെ ആവശ്യമില്ല. ആവശ്യമില്ലാത്തടത്ത് വെടിവെക്കുകയും ആവശ്യമുള്ള സമയത്ത് വെടിവെക്കാതിരിക്കുകയും ചെയ്യാണ് പോലീസിൻ്റെ പണി. അതാണ് ഇതിൽ തെളിയുന്നത്. കാരണം ED പരിശോധന നടക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ വസതിക്ക് മുമ്പിൽ CPMൻ്റെ സഖാക്കൾ കാണിച്ചു കൂട്ടിയ ഗുണ്ടായിസം, ആ ഗുണ്ടായിസം പോലീസ് നോക്കി നിൽക്കുകയാണ്. ED ഉദ്യോഗസ്ഥന്മാരെ കൊല്ലാൻ ശ്രമിക്കുന്നു, ED ഉദ്യോഗസ്ഥന്മാരുടെ വാഹനങ്ങൾ അടിച്ചു തകർക്കുന്നു. പോലീസ് കയ്യും കെട്ടി നോക്കിയിരിക്കുകയായിരുന്നു. അവിടെയൊന്നും വെടിവെക്കാനോ അതിനെ എതിർക്കാനോ കഴിയാത്ത പോലീസ് ഒരു കുടുംബത്തിനകത്ത് വന്ന് വെടിവെക്കേണ്ട സാഹചര്യം എന്താണ്? അങ്ങനെ വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് സ്വാഭാവികമായും ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക, ഒരു ജനങ്ങളെ ഭീതി വളർത്തുക, സുഗതൻ ഒരു ഭീകരനാണെന്ന് വരുത്തി തീർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അവിടെ വെടിവെച്ചത്. വെടിവെക്കേണ്ട ഒരു സാഹചര്യമില്ല. ശ്രീലേഖ റിട്ടയർഡ് IPS പറഞ്ഞ ഒരു കാര്യം, ശ്രീലേഖ മാഡം പറഞ്ഞൊരു കാര്യം, സുഗതൻ ഒരു തൻ്റെ ഇടത്തോടെ കാര്യങ്ങൾ നേരിടുന്ന ആളാണ്. അപ്പോൾ അത്തരത്തിൽ ഒരാളെ അല്പം പൊതുപ്രവർത്തനവും വളരെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരാളെ ഇടതുപക്ഷം ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചത് എന്നുള്ള ഒരു ആരോപണമാണ് ശ്രീലേഖ മാഡത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ അത് തന്നെയാണ് താങ്കളും പറയുന്നത്. തീർച്ചയായിട്ടും ശ്രീലേഖ മാഡം പറഞ്ഞത് 100% ശരിയാണ്. സുഗതൻ ചങ്കൂറ്റമുള്ള നേതാവാണ്, ആർക്കും കീഴടങ്ങാത്ത ഒരു നേതാവാണ്, ജനങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് നിലപാടെടുക്കുന്ന നേതാവാണ്. അങ്ങനെ CPMൻ്റെ ഗുണ്ടായുസത്തിന് മുമ്പിലും തലകുലിച്ചു കൊടുക്കുന്ന ഒരു രീതി സുഗതനില്ല. അതുകൊണ്ട് സുഗതനെ തകർക്കുക. ഈ സുഗതനെ ഇപ്പോൾ കാപ്പ ചുമത്തി അകത്തിട്ടിട്ട് അയോഗ്യനായതിനു ശേഷം കോർപ്പറേഷൻ ഭരണം അനിശ്ചിതരാക്കുക, അല്ലെങ്കിൽ വേണമെങ്കിൽ കോർപ്പറേഷൻ തള്ളിയിടുക, ഇതൊക്കെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് സുഗതൻ. സുഗതൻ എന്ന വ്യക്തിയോട് മാത്രമല്ല, ഇതൊരു മുഴുവൻ ഒരു ഭരണ സംവിധാനത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സുഗതൻ്റെ വിഷയം ഇപ്പോൾ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത്. അതിന് തീർച്ചയായിട്ടും UDFും കൂടെ ഉണ്ട്, കോൺഗ്രസിൻ്റെ സപ്പോർട്ടും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതിന് ഏറ്റവും ഒരു ഉദാഹരണമാണ് ED കേസിലെ 9ാം പ്രതിക്ക് ജാമ്യം കൊടുക്കാൻ സർക്കാർ മൗനം പാലിച്ചു. സുഗതൻ്റെ കാപ്പ അംഗീകരിക്കാൻ UDF സർക്കാർ സ്ട്രോങ് നിലപാടെടുത്തു. ഇതിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ. ഇതൊരു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ലേ. വ്യത്യസ്തമായ നിലപാടെടുക്കുന്ന സമയത്ത് UDF സർക്കാർ എടുത്തിട്ടുള്ളത് BJPയുടെ സുഗതനെതിരെ എടുക്കുന്ന ഒരു നിലപാടും CPMൻ്റെ ED കേസിലെ പ്രതിക്ക് അനുകൂലമായി എടുക്കുന്ന നിലപാടും ഉറപ്പല്ലേ ഇവർ തമ്മിൽ ധാരണയാണെന്നുള്ളത്. അതാണ് ഏറ്റവും ഒരു ഉദാഹരണം.
CPM-ൻ്റെ ഉപരോധം ശക്തമായിരുന്നു. കഴിഞ്ഞ ദിവസം മേയർക്കും പരിക്കേറ്റിരുന്നു. അത് തീർച്ചയായും ഉപരോധമൊക്കെ ചെയ്യാനുള്ള അവകാശം എല്ലാ ജനാധിപത്യ സംവിധാനത്തിലും പ്രതിപക്ഷത്തിനൊക്കെ ഉണ്ട്. പക്ഷേ ജനങ്ങൾ കാണാൻ വരുന്ന സമയത്ത് മേയറെ കാണാൻ അനുവദിക്കുക, ദൈനംദിന പ്രവർത്തനങ്ങൾ തടസ്സം ചെയ്യുക, ഇതൊന്നും ഒരു ജനാധിപത്യ രീതിയല്ല. അപ്പോൾ അത്തരത്തിൽ ജനങ്ങളെ മേയറെ കാണാൻ അനുവദിക്കാത്തൊരു സമീപനം CPM-ൻ്റെ ഭാഗത്തുനിന്നുണ്ട് ഇപ്പോൾ? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. കാരണം കോർപ്പറേഷൻ ഓഫീസിൻ്റെ മുമ്പിൽ റിലേ സത്യാഗ്രഹം വന്നിരുന്നുകൊണ്ട് അവിടെ വന്ന് ഒരു അനിശ്ചിതത്വം ഉണ്ടാക്കുക എന്നുള്ളതിനാണ്. ഇപ്പോൾ ഏറ്റവും വലിയൊരു നമുക്കൊരു രസകരമായിട്ടുള്ള കാര്യം, ഈ കോർപ്പറേഷൻ കഴിഞ്ഞ 45 വർഷം ഭരിച്ചുകൊണ്ടിരുന്ന LDF 45 വർഷത്തിന് ശേഷം ഈ കോർപ്പറേഷൻ ഓഫീസിൻ്റെ മുൻപിൽ മുൻ മന്ത്രിമാരും മുൻ മേയർമാരും ഒക്കെ വന്ന് സത്യാഗ്രഹം ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനകരമായാണ് ഞങ്ങളിത് കാണുന്നത്. ഇതിൽ സന്തോഷം കൊണ്ട് ഞങ്ങൾ ലഡ്ഡു കൊടുക്കാൻ വരെ ഞങ്ങൾ ജില്ലാ കമ്മിറ്റി ആലോചിച്ചാണ്. കാരണം 45 വർഷം ഭരണപക്ഷത്തിരുന്ന ഒരു ഭരണ സംവിധാനത്തിനെ പുറത്താക്കി അവരെ ഇതേ കോർപ്പറേഷൻ ഓഫീസിൻ്റെ മുൻപിൽ മുൻ മന്ത്രിമാരും മുൻ മേയർമാരും അടക്കമുള്ളവരെ കൊണ്ട് സമരം ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യമാണ്, ജനങ്ങളുടെ വിജയമാണ് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇല്ല, ഇതിപ്പോൾ വേറൊരു വിഷയം വരുന്നത്, ഇപ്പോൾ ശുചീകരണ പ്രവർത്തനങ്ങളാകെ പാളി. ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിലേക്ക് ഡെങ്കിപ്പനി വളരെ രൂക്ഷമായ ആക്രമണം നടത്തും, സ്ഥിതി ഗുരുതരമാകും എന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. ഇപ്പോൾ ഇവിടുത്തെ അടിയൊന്നും കൊതുകിനറിയില്ല, പക്ഷേ ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തിയേ തീരൂ. അപ്പോൾ ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ തടസ്സപ്പെടുന്നുണ്ടോ? ഇല്ല, അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രവർത്തനവും തടസ്സപ്പെടുന്നില്ല. കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് തിരുവനന്തപുരം നഗരസഭയുടെ ഭരണസമിതി, മേയറും ഡെപ്യൂട്ടി മേയർ അടക്കമുള്ള ഭരണസമിതി വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഇതിനെ കാണുന്നത്. ഈ ഡെങ്കിപ്പനി അടക്കമുള്ള കാര്യങ്ങൾ വരാൻ ഉള്ള സാഹചര്യങ്ങൾ വരുന്നു എന്ന് മനസ്സിലാക്കി തന്നെ ആ ഒരു തയ്യാറെടുപ്പുകൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഭരണസമിതി ചെയ്തിട്ടുണ്ട്. അതിൽ യാതൊരു സംശയവും വേണ്ട. ഒരു ശുചീകരണ പ്രവർത്തനങ്ങളോ മറ്റ് പ്രവർത്തനങ്ങളോ ഒന്നും തടസ്സപ്പെടാത്ത രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടും തിരുവനന്തപുരത്ത് കാണാം. അത് സംശയം വേണ്ട. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി പറയുന്നതിൽ തന്നെ രാഷ്ട്രീയമാണ്. അദ്ദേഹത്തിനും ഈ തിരുവനന്തപുരം നഗരസഭയിൽ വലിയ ലക്ഷ്യങ്ങളുണ്ട്, അത് വ്യക്തമല്ലേ? പക്ഷെ അന്ന് അദ്ദേഹം പറഞ്ഞത്, ആ വെടിപൊട്ടിച്ച് അറസ്റ്റ് നടന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് അനാവശ്യമാണ് അത് എന്നുള്ളതാണ്. ആ വെടിപൊട്ടിച്ചതൊക്കെ അനാവശ്യമായി പോയി എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹം മാത്രമാണ് അദ്ദേഹത്തിന് നിയോജക മണ്ഡലം എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല, അവസാനം ശുചീകരണത്തിൻ്റെ വിഷയം പറഞ്ഞത് രാഷ്ട്രീയമാണ്. അതിനകത്ത് പിന്നെ ഈ കൊതുക് ഇപ്പോൾ ഇതൊന്നും 6 മാസം കൊണ്ട് തീർക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ, മാജിക്കൊന്നും ഇല്ലല്ലോ. ഓക്കെ, ഇത്രയും കാലം കേരളം ഭരിച്ചിട്ടുള്ള UDF-ഉം LDF-ഉം അതോടൊപ്പം തന്നെ 45 വർഷക്കാലമായി കോർപ്പറേഷൻ ഭരിച്ച LDF-ഉം അവർക്കെല്ലാം തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു മാലിന്യ പ്രശ്നം. അവരൊന്നും മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവരെ കൊണ്ടൊന്നും കഴിഞ്ഞിട്ടില്ല. ഒറ്റയടിക്ക് ഒരു 6 മാസം കൊണ്ട് മാലിന്യ പ്രശ്നം പരിഹരിക്കാനൊന്നും ഒരു കോർപ്പറേഷനും കഴിയില്ല, ഒരു ഭരണത്തിനും കഴിയില്ല. എല്ലാം കാലഘട്ടങ്ങൾ കുറച്ച് കഴിയും തോറും ഇത് മാറ്റി തിരുവനന്തപുരം നഗരത്തിനെ ഒരു മാലിന്യമുക്ത നഗരമാക്കി മാറ്റാൻ തീർച്ചയായിട്ടും ഈ ഭരണസമിതിക്ക് കഴിയും. അതിനുള്ള ആർജവമുള്ള മേയർ തന്നെയാണ് കോർപ്പറേഷൻ ഭരിക്കുന്നത്. ഓക്കെ, മറ്റൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിട്ട് കുറച്ചുകൂടി വൈഡായിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ വളരെ ശക്തമായ ഒരു ആധിപത്യം സ്ഥാപിക്കാൻ BJPക്ക് സാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ കണക്കുകൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അറിയാം, നേമത്ത് വിജയിച്ചു, കഴക്കൂട്ടത്ത് വിജയിച്ചു. തിരുവനന്തപുരം ജില്ലയുടെ മറ്റു ഭാഗങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ ആറ്റിങ്ങലിൽ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ ഇനിയിപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ച് BJP കുറേ കൂടി ഗൗരവത്തോടുകൂടി പ്രവർത്തനം ആരംഭിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ തിരുവനന്തപുരം അതുപോലെ തന്നെ നമ്മുടെ കൊല്ലം ജില്ലയിലേക്കും ചില അപ്രതീക്ഷിതമായുള്ള വിജയമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. കുറേയേറെ കേന്ദ്രങ്ങളിൽ ഇൻട്രോഡ്സ് ഉണ്ടാക്കാൻ BJPക്ക് സാധിച്ചു. ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനം എങ്ങനെയായിരിക്കും? ഇതുപോലുള്ള, അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം കിട്ടിയപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം രാഷ്ട്രീയ പ്രതിയോഗികൾ എല്ലാ ആയുധവും എടുത്ത് പ്രയോഗിക്കും. ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നത്? ഇപ്പോൾ നമ്മളെ BJP സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും വളരെ ആവേശകരമായിട്ടുള്ള റിസൾട്ടാണ്. കേരളത്തിൽ ആദ്യമായിട്ട് 3 MLA-മാർ വന്നു. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പലതും പിടിച്ചു. കേരളത്തിൻ്റെ തലസ്ഥാന നഗരമായിട്ടുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരത്തിൽ വന്നു. തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ വലിയൊരു ലക്ഷ്യം BJPക്കുണ്ട്. പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് വലിയ ലക്ഷ്യമുണ്ട്. നമുക്കറിയാമല്ലോ,
ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം പാർലമെൻറ്റ് നമുക്ക് 2014-ലും 2024-ലൊക്കെ ചെറിയ മാർജിനിലാണ് ഞങ്ങൾക്ക് കിട്ടാതെ പോയത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 2024 ആറ്റിങ്ങൽ പാർലമെൻറ്റിൽ ബഹുമാനപ്പെട്ട MLA മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻജി പരാജയപ്പെട്ടതും ചെറിയ വോട്ടിനാണ്. സ്വാഭാവികമായും തിരുവനന്തപുരത്തെ 2 ലോക്സഭാ മണ്ഡലങ്ങളിലും 2029 ജയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തിരുവനന്തപുരം നഗരത്തിലെ 4 നിയോജക മണ്ഡലങ്ങളിലും 1-ാം സ്ഥാനത്തെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളും ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റി ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേമം ജയിച്ചു, കഴക്കൂട്ടം ജയിച്ചു. തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ ശക്തമായ മുന്നേറ്റം, 18ാമത്തെ റൗണ്ട് വരെ ഞങ്ങൾ ലീഡ് ചെയ്യാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. 19ാമത്തെ റൗണ്ടിലാണ് ചില സാമുദായിക സാഹചര്യങ്ങൾ മനസ്സിച്ച് അവിടെ ഞങ്ങൾ പിന്നോട്ട് പോയിട്ട് വന്നത്. തിരുവനന്തപുരം നിയോജക മണ്ഡലം നമുക്ക് നഷ്ടപ്പെടാം. അന്നത്തെ കുറവുകളും അന്നത്തെ വെല്ലുവിളികളും ഒക്കെ തന്നെ മനസ്സിലാക്കി അത് പരിഹരിക്കാൻ സാധിച്ചു. തീർച്ചയായിട്ടും അതിനെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് ജനങ്ങളാകെ നെഞ്ചോട് ചേർത്തുകൊണ്ട് BJP പ്രവർത്തകരെയും എല്ലാം സജ്ജമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് സംഘടനാപരമായി അടിസ്ഥാനപരമായിട്ടുള്ള സംവിധാനങ്ങൾ, ബൂത്ത് തല സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടി ഞങ്ങൾ ഈ 1-2 മാസത്തിനകത്ത് തന്നെ ബൂത്ത് കമ്മിറ്റികളില്ലാത്ത സ്ഥലത്തൊക്കെ ബൂത്ത് കമ്മിറ്റികൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് അടിസ്ഥാനപരമായിട്ടുള്ള ശക്തമായ പ്രവർത്തനം നടത്തിക്കൊണ്ട് സംഘടനാ മിഷണറി ശക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് പ്രവർത്തകർ സജ്ജരായി കഴിഞ്ഞു. എനിക്ക് ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ചോദിക്കാനുള്ള ഒരു കാര്യം, ഓക്കെ, സംസ്ഥാന തലത്തിലും ജില്ലാ തലങ്ങളിലുമൊക്കെ തന്നെ നേതാക്കൾ സജീവമാണ്, പ്രവർത്തനങ്ങളും നന്നായി പോകുന്നുണ്ട്. പക്ഷേ കുറേ കൂടി അടുത്തിട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അത് കുറേ കൂടി സജീവമാകേണ്ടിയിരിക്കുന്നു, കുറേ കൂടി സ്ട്രെങ്തൻ ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നില്ല. കാരണം പ്രാദേശിക തലത്തിൽ നല്ല നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവരാത്തതിൻ്റെ, അല്ലെങ്കിൽ അവർക്ക് രാഷ്ട്രീയ പക്വത കിട്ടാത്തതിൻ്റെ ഒരു ഫലമായി കുറേയേറെ ഭരണസമിതികൾ നഷ്ടമായിട്ടുണ്ട്. ചില പഞ്ചായത്തുകളിലേക്ക് ഭരണം നഷ്ടമായിട്ടുണ്ട്, തിരുവനന്തപുരം ജില്ലയിൽ തന്നെ, അങ്ങേക്കറിയാൻ നന്നായിട്ട്. അപ്പോൾ അവിടെയൊക്കെ തന്നെ നേതാക്കളെ നല്ല രീതിയിൽ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊണ്ടുവരാത്തതിൻ്റെ ഒരു വിഷയമുണ്ട്. ഒപ്പം 2, അവർക്കൊക്കെ തന്നെ കൃത്യമായി ഒരു ക്ലാസ് എടുത്ത് കൊടുക്കേണ്ട ഒരു ആവശ്യവുമുണ്ട്. കാരണം കേന്ദ്ര പദ്ധതികൾ എന്തൊക്കെ, കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട പ്രവർത്തനം അവിടെ നിന്ന് നടത്താൻ സാധിച്ചു കഴിഞ്ഞാൽ BJPക്ക് അത് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ അത് സാധിക്കുന്നില്ല ഇപ്പോൾ. തീർച്ചയായിട്ടും അത് താങ്കൾ പറഞ്ഞത് കുറച്ച് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കിയതിന് നമ്മളെ ഒരു മാർക്കറ്റ് ചെയ്യുന്ന കാര്യം വളരെ ശക്തമായിട്ട് ഇപ്പം ആരംഭിച്ചു കഴിഞ്ഞു. ജില്ലാ ഓഫീസുകളിൽ ഹെൽപ്പ് ഡെസ്ക്, മണ്ഡലങ്ങളിലും ഹെൽപ്പ് ഡെസ്ക്, ജനങ്ങൾക്ക് എപ്പോഴും സമീപിക്കാവുന്ന രീതിയിൽ ഹെൽപ്പ് ഡെസ്കുകൾ രൂപീകരിച്ചുകൊണ്ടും ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജനോപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് കുറച്ചും കൂടെ ശക്തമായി തന്നെ അത് മുന്നോട്ട് പോയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇതുവരെ അധികാരത്തിൽ വന്നിട്ടില്ല. ഞങ്ങളെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് മുതൽ ഞങ്ങൾ വെല്ലുവിളികൾ നേരിട്ട് കൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും തരണം ചെയ്ത് ഒഴുക്കിനെതിരെ നീന്തിയാണ് ഞങ്ങൾ ഈ കേരളത്തിലെ സംഘടനാ പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകുന്നത്. ഉയർന്നു വരുന്ന നേതാക്കന്മാരെയൊക്കെ, ഏറ്റവും വലിയ ഉദാഹരണമാണ് സുഗതൻ. ഈ നേതാക്കന്മാരെയൊക്കെ വേറൊരു തലത്തിൽ ജനങ്ങളെ മുമ്പ് കേസുകളിൽപ്പെടുത്തി അവരെ ജനങ്ങളെ മുമ്പിൽ പോകാൻ കഴിയാത്ത രീതിയിലുള്ള മാനസികാവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു രീതി 2 ഗവൺമെൻറ്റിൻ്റെ കാലത്തുണ്ട്, കൂടുതലും LDFൻ്റെ ഭരണകാലത്ത് കൂടുതലുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ താഴേക്കടയിലെ പ്രവർത്തകർ നടത്തുന്നത്. അപ്പോൾ ആ തലത്തിൽ പ്രവർത്തകർ ഉയർന്നു വരാനുള്ള വലിയ ഒരു തടസ്സങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ആ തടസ്സങ്ങളെയൊക്കെ ഇപ്പോൾ പോലീസിനെയൊക്കെ ഉപയോഗിച്ചൊക്കെ തന്നെ എന്തെല്ലാം രീതിയിൽ ഞാനൊക്കെ അനുഭവിച്ചിട്ടുള്ള വേദനകളും യാതനകളൊക്കെ എന്നെപ്പോലെ എത്രയോ പ്രവർത്തകർ വർഷങ്ങൾ 80കളിലൊക്കെ ഈ തിരുവനന്തപുരത്ത് BJPക്ക് അല്ലെങ്കിൽ RSSന് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഇന്നത്തെ സാഹചര്യമല്ല. അതിനെയൊക്കെ അതിജീവിച്ചിട്ടാണ് നമ്മളിതെല്ലാം ഉയർന്നു വന്നിട്ടുള്ളത്. അതിനെയൊക്കെ അതിജീവിച്ചിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോയിട്ടുള്ളത്. പ്രവർത്തകനും CPMക്കാർ ഉപദ്രവിച്ചത് വളരെ 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 നീചമായിട്ടുള്ളതാണ്. CPMൻ്റെ ആക്രമണവും CPMൻ്റെ മറ്റുള്ള ഒരു എല്ലാ രീതിയിലും അതിനെയൊക്കെ അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ ഇവിടുത്തെ BJP പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ വലിയ തടസ്സങ്ങൾ നേരിടാൻ പലപ്പോഴും ഞങ്ങളൊക്കെ വളരെ 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 പ്രതിസന്ധികളിലേക്കാണ് ചിലപ്പോൾ പോകുന്നത്. പണ്ട് കാലത്തൊക്കെ ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് കേസുകളിൽ പെടുത്തുക, പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെയാണ് കേസുകളിൽ പെടുത്തുക, കള്ളക്കേസുകളിൽ പെടുത്തിയിട്ട് അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ വീട്ടിൽ ആ പ്രവർത്തകനെ കിട്ടിയില്ലെങ്കിൽ ആ പ്രവർത്തകൻ്റെ അച്ഛനെ കൊണ്ടുപോവുക,
അച്ഛനെ പിടിച്ചുകൊണ്ട് പോയി സ്റ്റേഷനിൽ ഇരുത്തുക, ഇങ്ങനെയുള്ള ഒരുപാട് മറ്റ് സംസ്ഥാനങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് കേരളത്തിലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളും BJPയും അനുഭവിച്ച വേദനകളും യാതനകളും വലുതാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആ വേദനകളും യാതനകളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മുമ്പോട്ട് വരാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു അത്ഭുതമാണ് കേരളത്തിൽ BJPക്ക് ഇത്രയും ഉയരാൻ കഴിഞ്ഞത്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത്. ഞാനിപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് ശ്രീ വി മുരളീധരൻ ഒരിക്കൽ എന്നോട് പറഞ്ഞത്, ഒരു അഭിമുഖത്തിൽ പറഞ്ഞാണ്, കേരള മോദിക്ക് അനുവദിച്ച അഭിമുഖത്തിൽ പറഞ്ഞാണ്, അദ്ദേഹം യുവാവായിരിക്കെ ഒരു കള്ളക്കേസിൽ ഇതുപോലെ കുടുക്കിയിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം കൂടുതൽ ശക്തമായ സംഘടനാ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചത് എന്ന് പറഞ്ഞിരുന്നു. തീർച്ചയായും അത് സ്വാഭാവികമാണ്. കള്ളക്കേസിൽ കുടുക്കി എത്രത്തോളം തകർക്കാൻ ശ്രമിക്കുമോ അതിന് നമ്മൾ ശക്തമായി മുമ്പോട്ട് പോയാൽ നമുക്ക് ഉയർന്നു വരാൻ കഴിയും. നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും അനുഭവമുണ്ട്. എന്നെ എത്രയോ കള്ളക്കേസുകൾ പെടുത്തിയിട്ടുണ്ട്, ലോക്കപ്പ് ഇട്ടിട്ടുണ്ട്, ലോക്കപ്പ് മർദ്ദനം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, ജയിലിൽ കിടന്നിട്ടുണ്ട്. ഇതെല്ലാം അവിടെ മനസ്സ് തകർന്നു പോയാൽ നമ്മളെല്ലാം തകരും. വ്യക്തിപരമായും തകരും, സംഘടനയും തകരും. പക്ഷേ അതിനെയൊക്കെ നേരിടാനുള്ള മനഃശക്തിയും ആർജവത്തോടു കൂടി മുമ്പോട്ട് പോയാൽ തീർച്ചയായിട്ടും നമ്മൾ വളരും, അതോടൊപ്പം നമ്മുടെ സംഘടനയും വളരും. അതോടൊപ്പം നമ്മൾ ലക്ഷ്യമാക്കി നിൽക്കുന്ന ഒട്ടനവധി 10,000-കണക്കിന് പ്രവർത്തകരുടെയും അവരുടെ വീര്യവും വർദ്ധിക്കും. അതോടൊപ്പം ആ സമൂഹത്തിലെ ജനങ്ങളും BJPയോടൊപ്പം നിൽക്കാൻ തയ്യാറാകും. ഈ രാജ്യത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല സംസ്ഥാനങ്ങളിലും പ്രതിപക്ഷം തകർന്നുകൊണ്ടിരിക്കുകയാണ്, BJP വളർന്നുകൊണ്ടിരിക്കുന്നു. പ്രതിപക്ഷത്തുള്ളവരെ ഒക്കെ തന്നെ സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കുവാൻ NDA നേതൃത്വത്തിന് കഴിയുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു വളർച്ച കേരളത്തിലേക്ക് ഇനി എത്ര നാൾ നമുക്ക് അത്തരത്തിലൊരു വളർച്ച കേരളത്തിൽ പ്രതീക്ഷിക്കാൻ സാധിക്കും? നമ്മൾ ഇപ്പം 2016 പശ്ചിമ ബംഗാൾ ഉദാഹരണം എടുക്കാം, 3 സീറ്റാണ് കിട്ടിയത്. 2021 അത് 77 സീറ്റായി. 2026 202 സീറ്റോട് കൂടി ഇന്ന് പശ്ചിമ ബംഗാൾ ഭരിക്കുന്നു. അതേ അവസ്ഥയാണ് കേരളത്തിലുള്ളത്. കേരളത്തെ സംബന്ധിച്ച് പശ്ചിമ ബംഗാൾ രാഷ്ട്രീയമൊക്കെ ഒരേപോലെയാണ്. ഉറപ്പായിട്ടും ഈ 3 എന്ന് പറയുന്നത് ഒരു ഭാഗ്യ നമ്പരാണ്. 3-ൽ നിന്ന് 77-ലേക്ക് ചാടുമോ? തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം ഇനി അങ്ങോട്ട് നടത്തും. ഒരു ഭാഗ്യ നമ്പരാണ്. ആ ഒരു ലക്ഷ്യം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. പക്ഷേ വേറെ നമ്മൾ നോക്കുമ്പോൾ കേരളത്തിലെ ഡെമോഗ്രഫി, ജാതി സമവാക്യങ്ങളൊക്കെ തന്നെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ന്യൂനപക്ഷങ്ങൾ ഏറെക്കുറെ 48%, 52% ഹിന്ദുക്കൾ ഉള്ളത്. അപ്പോൾ ഇവിടെ ഹിന്ദു കമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് CPM-നൊപ്പമാണ് ഇപ്പോൾ. അപ്പോൾ ഏറ്റവും വലിയ പാർട്ടി ഹിന്ദു പാർട്ടി CPM ആണ് കേരളത്തിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഏറ്റവും കൂടുതൽ കിട്ടുന്ന വോട്ടിൻ്റെ ശതമാനം കണക്ക് വെച്ച് നോക്കുമ്പോൾ അപ്പോൾ ഹിന്ദുക്കളെ കൂടെ നിർത്തണം. ഹിന്ദുക്കൾ മാത്രം എപ്പോഴും കൂടെ പൂർണ്ണമായി നിൽക്കണമെന്നില്ല, മറ്റ് വിഭാഗങ്ങളെ കൂടി ഒപ്പം നിർത്താനുള്ള പ്രവർത്തനം ഉണ്ടാകും. അവരൊക്കെ തന്നെ പേടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം പല സ്ഥലത്തുമുണ്ട്, മാറി നിൽക്കുന്ന അവസ്ഥ. തിരുവനന്തപുരം നഗരസഭയിൽ നമ്മൾ സുഗതനെ ഉദാഹരണം എടുക്കാം. സുഗതൻ എങ്ങനെ ജയിച്ചു? സുഗതൻ്റെ വിജയം വിലയിരുത്തണം. സുഗതനെ മുസ്ലിങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട്, ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് അവിടെ BJPക്ക് ജയിക്കാൻ സാധ്യതയില്ല എന്ന് വിലയിരുത്തിയിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ പല സ്ഥലങ്ങളിലും നോക്കുമ്പോൾ താമരയ്ക്ക് വോട്ട് ചെയ്യാൻ ന്യൂനപക്ഷങ്ങൾ തയ്യാറാണ്. വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. ഇപ്പോൾ ഞാൻ കേട്ടെ, നമ്മൾ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിലെ വെട്ടുകാട് മുതൽ പൂന്തറ വരെയുള്ള പ്രദേശങ്ങളിൽ കഴിഞ്ഞ കാലങ്ങൾക്ക് വ്യത്യസ്തമായി BJPക്ക് വളർച്ചയില്ലേ, വോട്ട് നിലവാരം കൂടിയില്ലേ, പ്രവർത്തകർ 100 കണക്കിന് പ്രവർത്തകരാണ്. അതോടൊപ്പം തന്നെ കോസ്റ്റൽ ഏരിയയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളുള്ള വാർഡുകളിൽ ഈ കഴിഞ്ഞ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ BJPക്ക് സ്ഥാനാർത്ഥിയെ നിർത്താൻ സാധിച്ചു. അവിടെ താമര അടയാളത്തിൽ മത്സരിച്ചത് ന്യൂനപക്ഷങ്ങളാണ്. അവരൊക്കെ സജീവമായി ഇന്നവിടെ BJPയുടെ പ്രവർത്തകരാണ്. ഇത് സ്വാഭാവികമായും മെല്ലെ മെല്ലെ മാറ്റങ്ങൾ ഉണ്ടായി വരും. ന്യൂനപക്ഷങ്ങൾക്കും മനസ്സിലായി തുടങ്ങി ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ല രണ്ട് മുന്നണികളും നിൽക്കുന്നത്, ഇവരെ വോട്ടിന് വേണ്ടി അതിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നൊരു തോന്നൽ ഇപ്പോൾ വലിയ ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞു. അത് ഞങ്ങൾക്ക് വലിയ മാറ്റമാണ്. അവിടെ വോട്ടിൻ്റെ നിലവാരത്തിലൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും കേരളത്തിലെ ചില പ്രാദേശിക പാർട്ടികൾ NDAക്കൊപ്പം ഉണ്ടാകുമോ? കാരണം ജോസ് കെ മാണിയായിട്ടൊക്കെ ചർച്ച നടത്തി വരില്ല എന്നുള്ള ഉറപ്പ്. ഇപ്പം നമ്മളിപ്പം കഴിഞ്ഞ 2 ദിവസമായി തിരുവനന്തപുരം നഗരസഭയിൽ കേൾക്കുന്ന എന്താ, ഒരു ഇന്ത്യ സഖ്യം രൂപപ്പെട്ടു വരുന്നു. ഇപ്പം ഇപ്പം ശിവൻകുട്ടി മുൻ മന്ത്രി അദ്ദേഹം ഇന്ന് പറഞ്ഞു ചിലപ്പോൾ ആലോചിക്കേണ്ടി വരും, UDFനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആലോചിക്കേണ്ടി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും തിരുവനന്തപുരമാണ് എല്ലാത്തിനും തുടക്കം കുറിക്കുന്നത്. കേരളത്തിൻ്റെ വലിയ മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നതും തിരുവനന്തപുരം തന്നെയാണ്. 3 MLA-മാരിൽ 2 പേരും തിരുവനന്തപുരത്താണ് ജയിച്ചിട്ടുള്ളത്.
സ്വാഭാവികമായും എല്ലാത്തിനും മാറ്റം കുറിക്കുന്ന ഈ അനന്തപുരിയിൽ നിന്ന് തന്നെയാണ് ഇന്ത്യ സഖ്യം ഉണ്ടാകാൻ പോകുന്നത്. തിരുവനന്തപുരം നഗരസഭ BJPയുടെ ഭരണസമിതിക്കെതിരെ ഇവർ UDFും LDFും യോജിക്കാൻ പോവുകയാണ്. KS ശബരിനാഥനും ദീപക് ഒന്നിക്കും, കടകംപള്ളി സുരേന്ദ്രനും ശിവൻകുട്ടിയും K മുരളീധരനും N ശക്തനും ഒന്നിക്കും. ഇവരെല്ലാം ഒന്നിക്കുന്നതോടൊപ്പം തന്നെ കേരളത്തിലുണ്ടാകാൻ പോകുന്ന വലിയ മാറ്റത്തിൻ്റെ തുടക്കം ഇവിടെ തിരുവനന്തപുരത്ത് തുടങ്ങാൻ പോവുകയാണ്. അതിൻ്റെ ഒരു പ്രവർത്തനങ്ങളും വാർത്തകളുമാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവർ രണ്ടുപേരും ഒന്നിച്ചാലും തിരുവനന്തപുരത്തെ നഗരസഭാ ഭരണത്തിനെ തള്ളിയിടാൻ കഴിയില്ല. അതൊക്കെ ഞങ്ങൾ തയ്യാറെടുത്തിട്ടുണ്ട്. ഞങ്ങൾ എന്ത് വന്നാലും ഞങ്ങളത് വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. അതോടൊപ്പം തന്നെ ഇവർ രണ്ടുപേരും ഒന്നിച്ച് നിന്ന് ഒരു മുന്നണിയായി മത്സരിച്ചാലും ബദലായിട്ട് ഇവിടെ BJP കാണും. BJPയും നേതൃത്വം കൊടുക്കുന്ന NDAയും UDFും LDFും ഒന്നിച്ച് നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്. ഇനി ത്രികോണ മത്സരം അവസാനിക്കും. ഇനി നേരിട്ടുള്ള മത്സരത്തിലേക്കാണ് കേരളം പോകാൻ പോകുന്നത്. അതിന് തിരുവനന്തപുരം തുടക്കം കുറിക്കുകയാണ്. ഓക്കെ, അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. അങ്ങനെയാണെങ്കിലും നമ്മൾ നോക്കുകയാണെങ്കിൽ 50-50 ആവത്തുള്ളൂ. തിരുവനന്തപുരവും നഗരസഭയുടെ കോർപ്പറേഷൻ്റെ എണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓക്കെ സുഗതൻ ഇല്ലെങ്കിൽ പോലും 50-50 എന്നുള്ള രീതിയിൽ നിൽക്കും അല്ലേ? അല്ല, സുഗതൻ ഇല്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അത് ഒന്ന്. പിന്നെ ഒന്ന്, ഇപ്പം 20-29 ഉള്ളൂ. 20-29 അതെ അതേ ഉള്ളൂ. 49 ഉള്ളൂ. അത് ഇവർക്ക് 50 ആക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇപ്പുറത്ത് 50 BJPക്ക് ഉണ്ട്, 2 സ്വതന്ത്രമുണ്ട്. ചിലപ്പോൾ 50 രണ്ടാമത്തെ സ്വതന്ത്രനും BJPക്കൊപ്പം നിൽക്കും. അത് പറയാൻ പറ്റില്ലല്ലോ. കാരണം ഇതൊന്നും ഇപ്പം UDFും LDFും ചേർന്ന് 49 ഉള്ളൂ. അതെ, ഇപ്പം 50-50 ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. എങ്ങനെ പറയാൻ പറ്റും? 29 UDFിനും 29 LDF 49. BJPക്ക് 50. ഒന്ന് BJPയുടെ സ്വതന്ത്രനായി നമുക്ക് പാറ്റൂർ രാധാകൃഷ്ണൻ BJPയോടൊപ്പം നിലപാട് ഉറച്ച് അത് ഇന്നും പറഞ്ഞിട്ടുണ്ട്. സമീപിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ശക്തമായി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഭരണപക്ഷത്തോടൊപ്പമാണ്, NDAക്കൊപ്പമാണ് നിൽക്കും എന്ന് വ്യക്തമായി തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 51 അപ്പോൾ 49. പിന്നെ ഒന്നെന്ന് പറയുന്നത് ഇപ്പോൾ അവർക്ക് കിട്ടുന്ന ഉറപ്പിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. അങ്ങനെയൊന്നും ഇവർ സ്വപ്നം കാണേണ്ട കാര്യമില്ല. ഇവർ എങ്ങനെ സ്വപ്നം കണ്ടാലും അവർ ഒന്നിക്കട്ടെ. ഇവർ ഒന്നിച്ച് അവിശ്വാസ പ്രമേയം കൊണ്ടുവരട്ടെ. അവിശ്വാസ പ്രമേയത്തെ സ്വാഗതം ചെയ്തിരിക്കുകയല്ലേ മേയർ. ഓക്കെ, സ്വാഗതം ഞങ്ങൾ BJP സ്വാഗതം ചെയ്യണേ, വരട്ടെ, ചർച്ച നടക്കട്ടെ. പക്ഷെ അവർക്ക് അവിശ്വാസ പ്രമേയം പാസ്സാക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം യാതൊരു സംശയം വേണ്ട. അവർക്ക് പാസ്സാക്കാൻ കഴിയില്ല. ഓക്കെ, ഞാൻ ഉറപ്പിച്ച് പറയുന്നു, പാസ്സാക്കാൻ കഴിയില്ല. ഓക്കെ, അങ്ങ് പറഞ്ഞ ഈ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി എനിക്ക് തോന്നിയത്, ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ ഇടതും വലതും ഒരുമിച്ച് നിന്നാൽ പോലും BJP ഭരണസമിതിയെ താഴെയിടാൻ സാധിക്കില്ല. അങ്ങനെ ഒരു ഇന്ത്യ സഖ്യം ഇവിടെ രൂപപ്പെട്ട് അത് കേരളത്തിൽ മുഴുവൻ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണോ അങ്ങ് പറയുന്നത്? തീർച്ചയായിട്ടും അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അത് NDAയുടെ BJPയുടെ വളർച്ചയ്ക്ക് ഒരു തിരികൊളുത്തലുമായിരിക്കും എന്നാണ്? തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് ഒരു ആഗ്രഹം സഫലമാക്കും അവർ. ആക്കട്ടെ. അന്ധമായ BJP വിരോധം അവർ തകർന്നടിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഓക്കെ, അന്ധമായ ഒരു വിരോധമാണല്ലോ പണ്ട് പുരാണങ്ങളിലും പലതും തകർന്നടിച്ചിട്ടുള്ളത്. അത് തന്നെ സംഭവിക്കും, യാതൊരു സംശയവും വേണ്ട. ഓക്കെ, തിരുവനന്തപുരം നഗരസഭാ ഭരണം BJPക്ക് നഷ്ടമാകില്ല എന്ന് ശ്രീ കരമന ജയൻ അടിവരയിട്ട് പറയുകയാണ്. അതിനെ ചെറുത്ത് തോൽപ്പിക്കുവാൻ, അതിനെതിരായിട്ടുള്ള ഏത് നീക്കമുണ്ടായാലും അതിനെ അതേ നാണയത്തിൽ തിരിച്ചടിക്കും. ഒപ്പം തന്നെ സുഗതൻ എന്ന ജനപ്രതിനിധി, അദ്ദേഹത്തിന് എതിരെ രാഷ്ട്രീയ പ്രേരിതമായാണ് കാപ്പ ചുമത്തപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു കാരണവശാലും നിലനിൽക്കുന്നതല്ല. ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലും നിയമപരമായി വളരെ ശക്തമായി മുന്നോട്ട് പോകും BJP എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ഒപ്പം തന്നെ മറ്റൊരു കാര്യവും പറയുന്നത്, ഒരു ഇന്ത്യ സഖ്യം ഇവിടെ രൂപപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇടതുപക്ഷവും UDFും ഒരുമിച്ച് നിൽക്കും. പക്ഷേ ഇരുവരും ഒരുമിച്ച് നിന്നാൽ പോലും തിരുവനന്തപുരം നഗരസഭാ ഭരണം BJPക്ക് നഷ്ടമാകില്ല. ഒപ്പം കേരളത്തിലുടനീളം ഈ ഒരു സഖ്യം രൂപപ്പെടുകയും അതിനെതിരെ NDA BJP വളരെ വലിയൊരു ശക്തിയായി കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ വളർച്ചയായിരിക്കും ഇനി അങ്ങോട്ട് ഉണ്ടാകാൻ പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. കേരള രാഷ്ട്രീയം കൂടുതൽ ചൂടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷവും. വളരെയധികം നന്ദി ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.